പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാലഭാസ്കർ എന്ന് പറഞ്ഞ വിഖ്യാത വയലിനിസ്റ്റിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ട് 5-6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി പരസ്യമായി വന്ന് ഒരു അഭിമുഖ സംഭാഷണം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി മനോരമ ചാനലുമായി. അതെന്താണ്ട് 10-20 ലക്ഷം ആളുകൾ കാണുകയുണ്ടായി. അപ്പോൾ അതിലൊക്കെ തന്നെ ലക്ഷ്മി എടുത്തിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ നട്ടാൽ കുറുക്കാത്ത നുണയാണെന്ന് പറഞ്ഞ് ഞാനും ഒരു വീഡിയോ ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്മിയുടെ ഭർത്താവും വിഖ്യാത വയലിനിസ്റ്റും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വ്യക്തിയുമായിട്ടുള്ള ശ്രീമാൻ ബാലഭാസ്കറിന് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയുമായി അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി വളരെ അടുത്ത അല്ലെങ്കിൽ പൊക്കിൽ കൊടി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം താൻ ഈ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഈ വിഷയത്തിൽ രണ്ടാമത് നടന്ന CBI അന്വേഷണ സംഘത്തോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്നാണ്. ഞാൻ ആ രണ്ടാമത്തെ CBI സംഘത്തിന് ലക്ഷ്മി നൽകിയിട്ടുള്ള മൊഴി വിശദമായി ഞാനൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ആ മൊഴിയിൽ നിന്നാണ് ഈ ബാലഭാസ്കർ, അതായത് ലക്ഷ്മി CBI അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ നിന്നാണ് ബാലഭാസ്കർക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയലേശമന്യേ എനിക്ക് ബോധ്യമായത്. സുഹൃത്തുക്കളെ, ഈ ബാലഭാസ്കറിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ്. ഒന്ന് പ്രകാശൻ തമ്പിയും ഒന്ന് വിഷ്ണു സോമസുന്ദരവും. ആ പ്രകാശൻ തമ്പിയും ആ വിഷ്ണു സോമസുന്ദരവുമായി ബാലഭാസ്കറിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ലക്ഷ്മി CBI അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ നിന്ന് തന്നെ വളരെ വളരെ വ്യക്തമായിരുന്നു. സുഹൃത്തുക്കളെ, വളരെ വളരെ വ്യക്തമാണ്. ആ മൊഴിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത്. അതിൽ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്, ഈ പ്രകാശൻ തമ്പിയാണ് ബാലഭാസ്കറിനെയും ഭാര്യയും അനന്തപുരിലേക്ക് മാറ്റിയെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി പറയുന്നത്, ഈ പ്രകാശൻ തമ്പി ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോൺ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ സൂക്ഷിച്ചിരുന്നുവെങ്കിലും തനിക്കും തൻ്റെ അമ്മയ്ക്കും പ്രകാശൻ തമ്പിയെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നും, പ്രകാശൻ തമ്പി ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോൺ സൂക്ഷിച്ചതിൽ ഒരു അസ്വാഭാവികതയില്ലെന്നും, പ്രകാശൻ തമ്പി ഫോൺ ദുരുപയോഗം ചെയ്തതായി തനിക്കറിയില്ലെന്നും, തമ്പി ഫോൺ കൈവശം വെച്ചതിൽ ഒരു പരാതിയുമില്ല എന്നും ലക്ഷ്മി പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകാശൻ തമ്പി എന്തിന് ഈ ഫോൺ കയ്യിൽ വെച്ചു? അപകടം നടന്നതിന് തൊട്ടു പിറ്റേ ദിവസം പ്രകാശൻ തമ്പി ഒരു വനിതയും കൂടെ ചെന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബാലഭാസ്കറിൻ്റെ ഫോണും കാറിൻ്റെ താക്കോലും പേഴ്സുമൊക്കെ വാങ്ങി. എന്തിനു വാങ്ങി? എന്തായിരുന്നു പ്രകാശൻ തമ്പിയുടെ അക്കാര്യത്തിലുള്ള താല്പര്യം? അത് പിന്നീട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പ്രകാശൻ തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബാലഭാസ്കറിൻ്റെ 2 മൊബൈൽ ഫോൺ കിട്ടിയത്. ആ മൊബൈൽ ഫോൺ പ്രകാശൻ തമ്പി എന്തിനാണ് കയ്യിൽ വെച്ചിരുന്നത്? പ്രകാശൻ തമ്പിയുടെ താല്പര്യം എന്തായിരുന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? പക്ഷേ പ്രകാശൻ തമ്പി ആ ഫോൺ കയ്യിൽ വെച്ചതിൽ ഒരു പ്രയാസവും തനിക്കില്ല, തനിക്കൊരു സംശയവുമില്ല. അത് പ്രകാശൻ തമ്പി ദുരുപയോഗം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മി എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? മൊഴിയിൽ സെപ്റ്റംബർ 24-ന് പ്രകാശൻ തമ്പിയുടെ ബർത്ത്ഡേ ആയിരുന്നു. 24/9/2018 പ്രകാശൻ തമ്പിയെ വിഷ് ചെയ്തുകൊണ്ട് ബാലഭാസ്കർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ലക്ഷ്മി പറയുകയാണ്. അതുപോലെ തന്നെ പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരവും ബാലഭാസ്കറും സുഹൃത്തുക്കളായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്.
പ്രകാശൻ തമ്പി ബാലുവിൻ്റെ സുഹൃത്തായിരുന്നു, ബാലഭാസ്കറിൻ്റെ സുഹൃത്തായിരുന്നു. ബാലഭാസ്കറിൻ്റെ പ്രോഗ്രാമുകൾ പ്രകാശൻ തമ്പി കോർഡിനേറ്റ് ചെയ്തിരുന്നു. വിഷ്ണു സോമസുന്ദരം ബാലഭാസ്കറിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. വിഷ്ണു സോമസുന്ദരത്തിൻ്റെ കമ്പനിയിൽ ബാലഭാസ്കർ നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ബാലഭാസ്കറിൻ്റെ ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷ്ണു സോമസുന്ദരം സഹായിച്ചിരുന്നു. അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ലക്ഷ്മി പറയുകയാണ്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ആരായിരുന്നു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും കൃത്യമായിട്ടുള്ള കള്ളക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായിരുന്നു സുഹൃത്തുക്കളെ. ബാലഭാസ്കറുമായി ഇത്രയും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന, ബാലഭാസ്കറിന്റെ ഇത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്ന, ബാലഭാസ്കർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും അവർ കൃത്യമായി സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായിരുന്നു. DRI 12/10/2020 13/5/2019 തിരുവനന്തപുരം വിമാനത്താവളം വഴി 29 കിലോ സ്വർണം കള്ളക്കടത്ത് നടത്തിയ കേസിൽ രണ്ടുപേർ നൽകിയ മൊഴിയിൽ അവർ വിഷ്ണു സോമസുന്ദരത്തിന്റെ കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പരിചയപ്പെടുത്തിയത് തൻ്റെ സഹോദരപുത്രനായിട്ടുള്ള പ്രകാശൻ തമ്പിയാണെന്ന് വിഷ്ണു സോമസുന്ദരം പറഞ്ഞതായി മൊഴിയിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വലിയൊരു കള്ളക്കടത്ത് മാഫിയയുടെ മുഖ്യ കണ്ണികളായിരുന്ന പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ലക്ഷ്മി തന്നെ അവരുടെ മൊഴിയിൽ പറയുകയാണ്. അതുപോലെ തന്നെയാണ് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബാലഭാസ്കർ അയാളെ ഡ്രൈവറാക്കിയത്. അയാൾ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് വിഷ്ണു സോമസുന്ദരത്തിൻ്റെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും അർജുൻ എന്ന് പറയുന്ന ഈ കള്ളക്കടത്ത് സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന അയാളെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി നിയമിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ബാലഭാസ്കറിന് കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ ബാലഭാസ്കറിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. ബാലഭാസ്കർ ഇതിന്റെ ഭാഗമായിരുന്നു. ഇനി DRIയുടെ കത്തിൽ എന്താ പറയുന്നത്? കസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ നൽകിയ 108 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് തന്നെ വിഷ്ണു സോമസുന്ദരത്തിന് പരിചയപ്പെടുത്തിയത് ബാലഭാസ്കറാണ് എന്നാണ്. ആലോചിച്ച് നോക്കണം. ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റംസ് ഓഫീസർക്കും ഈ കൊള്ളക്കടത്ത് സംഘത്തിൽ ബന്ധമുണ്ടായിരുന്നു. ആ രാധാകൃഷ്ണൻ കസ്റ്റംസിന് കൊടുത്ത 108 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് തന്നെ വിഷ്ണു സോമസുന്ദരൻ എന്ന് പറഞ്ഞ കള്ളക്കടത്തുകാരന് പരിചയപ്പെടുത്തി കൊടുത്തത് ബാലഭാസ്കറാണ് എന്നാണ്. അപ്പോൾ ബാലഭാസ്കർ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സൽ അല്ലായിരുന്നു സുഹൃത്തുക്കളെ. അതോടൊപ്പം തന്നെ ബാലഭാസ്കറിന്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള ജമീൽ അബ്ദുൽ ജബ്ബാർ വിഷ്ണു സോമസുന്ദരത്തിൻ്റെയും പ്രകാശൻ തമ്പിയും നടത്തിയ കള്ളക്കടത്ത് സംഘത്തിലെ കാരിയറായിരുന്നു എന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ കത്തിൽ പറയുന്നു. അപ്പോൾ അയാൾക്ക് നേരിട്ട് ബന്ധം, അയാളുടെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും നടത്തിയ കള്ളക്കടത്ത് സംഘത്തിലെ കാരിയറുമായിരുന്നു. ഈ അർജുൻ എന്ന് പറഞ്ഞവനും കാരിയറായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രധാനപ്പെട്ട കാര്യം, ബാലഭാസ്കർ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു. ബാലഭാസ്കറിന്റെ ആജീവനാന്ത സുഹൃത്തുക്കളായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം നേരിട്ട് നടത്തിയിരുന്ന പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും. ആ വിഷ്ണു സോമസുന്ദരത്തിന്റെ കള്ളക്കടത്ത് റാക്കറ്റിലേക്ക് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബാലഭാസ്കറാണ്. ബാലഭാസ്കറിന്റെ സൗണ്ട് റെക്കോർഡിസ്റ്റും ഈ കള്ളക്കടത്ത് സംഘത്തിലെ കാരിയറായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാലഭാസ്കർ എന്ന് പറഞ്ഞ വിഖ്യാതനായിട്ടുള്ള വയലിനിസ്റ്റും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിലെ സജീവ അംഗമായിരുന്നു എന്നതാണ്.